ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് പഠിക്കാൻ പോകുന്നത്. ഈ രാത്രി ദൈവവചന പഠനത്തിനായിട്ട് ആധാരമായിട്ട് ഒരു ഒന്നാം വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് എന്ന് പറയുന്ന ദൈവദാസൻ, അദ്ദേഹം ഒരു വൈദ്യനാണ് എന്നിവിടെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ലൂക്കോസിന്റെ സുവിശേഷം എഴുതി അനന്തരം ദൈവത്തിന്റെ സഹായത്തോടെ നിയോഗത്തോടെ അപ്പോസ്തല പ്രവർത്തികൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ പ്രവർത്തികളെ ആ ഒരു ചരിത്രം കൂടെ എഴുതി ചേർക്കണം എന്നുള്ള നിയോഗ നിമിത്തം ഇവിടെ നമുക്കറിയാം ഈ പുസ്തകം നമുക്ക് ദാനമായി ലൂക്കോസ് എന്ന ഡോക്ടർ നിമിത്തം, ഈ വൈദ്യൻ നിമിത്തം നമുക്ക് ലഭിക്കാനിടയായി. ഈ ഒന്നാം അധ്യായത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിയെ കുറിച്ച് നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നു. തിയോഫിലോസെ എന്ന് പറഞ്ഞാൽ, തിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാഡ്, ദൈവം എന്നാണ്. ഫിലോസ് എന്ന് പറഞ്ഞ സ്നേഹിതൻ, ദൈവത്തിന്റെ സ്നേഹിതൻ. വാസ്തവത്തിൽ ഇദ്ദേഹം ഈ ലൂക്കോസിന്റെ ഒരു സഹസുഹൃത്താണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് പഠിതാക്കൾ അല്ലെങ്കിൽ എഴുത്തുകാർ പറയുന്നത് ഒരു പക്ഷേ ഈ പുസ്തകത്തിന് സ്പോൺസർ ചെയ്യുവാൻ അല്ലെങ്കിൽ എഴുതുവാനുള്ള എല്ലാ സഹായങ്ങളും ഒത്താശ ചെയ്തത് ഈ തിയോഫിലോസ് എന്ന് പറയുന്ന ഈ ദൈവിക മനുഷ്യനാണെന്ന് പറയാനിടയായി. അപ്പൊ എന്നിരുന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താൻ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലും അഭിസംബോധന ചെയ്യുന്നുണ്ട്. തിയോഫിലോസിനെ അഭിസംബോധന ചെയ്ത് തന്റെ സുവിശേഷത്തിലുള്ള ദൈവപുത്രനായ ക്രിസ്തുവിന്റെ ജനന, മരണ, അടക്ക, പുനരുത്ഥാനത്തെ കുറിച്ച് സവിസ്തരം വിശദീകരിച്ച് തിയോഫിലോസിനെ എഴുതി ചേർത്തുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തോടു കൂടെ താൻ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും ആ കാലഘട്ടത്ത് യേശുവിന്റെ ശിഷ്യന്മാരോടൊപ്പം യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ല എങ്കിൽ പോലും ആ കാലഘട്ടത്തെ സമൂലമായി മനസ്സിലാക്കുകയും സവിസ്തരം പഠിക്കുകയും ദൈവിക സാന്നിധ്യത്തെയും പ്രവർത്തികളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഈ മഹാനായ ദൈവിക മനുഷ്യനായ വൈദ്യനായ ലൂക്കോസ് താൻ വീണ്ടും ഒരു പുസ്തകം എഴുതുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകം, സുവിശേഷകന്മാരുടെ പ്രവർത്തികൾ, അപ്പോസ്തോലന്മാരായി നിയോഗം പ്രാപിച്ചവരുടെ പ്രവർത്തികൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുസ്തകം എഴുതുവാനിടയായി. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന തിയോഫിലോസെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തിന്റെയും ഭൂമിയുടെയുമായ ദൈവത്തിന്റെ മഹാശബ്ദം ഇവിടെ ആരംഭം കുറിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷം ഒരു തുടക്കം മാത്രമാണെന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ അതിന്റെ പ്രവർത്തികൾ ഇവിടെ തുടർച്ചയായിട്ട് നടക്കാൻ പോകുന്നു എന്ന് ഇവിടെ വൈദ്യനായ ലൂക്കോസ് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, യേശുക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട ദൈവിക രാജ്യത്തിന്റെ പ്രവൃത്തി ഇവിടെ സുവിശേഷകരായി അപ്പോസ്തലന്മാർ ഏറ്റെടുക്കുവാനിടയാകും. ആത്മാവ് ഉയർത്തെഴുന്നേറ്റു എന്നൊരു സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സത്യം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു വാസ്തവത്തിൽ ശ്വാസമായിട്ട് നിലനിൽക്കുകയാണ്. അതേ കർത്താവിന്റെ ആത്മാവായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടെ യേശു പ്രവർത്തിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തു ആരോപണം ചെയ്തെങ്കിലും അവന്റെ പ്രവൃത്തി നിർത്തിയിട്ടില്ല എന്ന് ദൈവമക്കൾ എല്ലാവരും മനസ്സിലാക്കുക. യേശു കർത്താവിന്റെ കൈകൾ തിരിച്ചറിയുക, അവന്റെ ശരീരത്തിലൂടെ സഭയിലൂടെ ഇവിടെ വ്യാപിക്കുകയാണ്. വിശുദ്ധ കരങ്ങൾ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു 40 ദിവസങ്ങളുടെ ചരിത്രം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ഭൂമിയിൽ ചെലവഴിച്ചു സ്വർഗീയ ശരീരത്തോടു കൂടെ. ആ 40 ദിവസം എന്ന് പറയുന്നത് വിശുദ്ധമായ പരീക്ഷണമായി അഗ്നിയിലൂടെയുള്ള ഒരു ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. ഈ 40 ദിവസം എന്ന് പറയുന്നത് ജീവനുള്ള സാന്നിധ്യത്തോടു കൂടെ നിലനിന്നു എന്ന് മനസ്സിലാക്കുക. ഈ 40 ദിവസം എന്ന് പറയുന്നത് യേശു കർത്താവിലുള്ള സ്വർഗീയ ശരീരത്തിന്റെ ആ ഭക്ഷണ ജീവിത രീതികൾ മനസ്സിലാക്കണം. അവനിലുള്ള മുറിപ്പാടുകൾ ഏറ്റെടുത്തുകൊണ്ട്, അവനിൽ നിന്നും തിരുവായ്മൊഴിഞ്ഞ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് 40 ദിവസം ഇവിടെ ജീവിച്ച ഒരു ചരിത്രം നമ്മൾ മറന്നു പോകരുത്. സീനായിൽ മോശയെ പോലെ, ഹോരേബിൽ ഏലിയാവിനെ പോലെ, മരുഭൂമിയിൽ ഇസ്രായേലിനെ പോലെ ഇവിടെ 40 ദിവസം യേശു കർത്താവ് സ്വർഗീയ ശരീരം എടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു ചരിത്രം ഇവിടെ നിക്ഷിപ്തമായിരിക്കുന്നു. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ 40 ദിവസം ഈ ഭൂമിയിൽ യേശു കർത്താവ് എന്താണ് ചെയ്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് വൈദ്യനായ ലൂക്കോസ് ഇവിടെ സവിസ്തരം അത് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടിന് ശേഷം പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, അവൻ നിരവധി ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാ തന്നെ ആർക്ക് പ്രത്യക്ഷപ്പെടുത്തി? ഈ ലോകത്തിന് പ്രത്യക്ഷപ്പെടുത്തി അവതരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവരാജ്യത്തെ കുറിച്ച് യേശു കർത്താവ് ഇവിടെ സംസാരിച്ചു തുടങ്ങി എന്ന്
വീണ്ടും നമുക്ക് അധ്യായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ 40 ദിവസം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഒരു തുറന്ന പുസ്തകമായിട്ട് മാറുകയാണ്. അതായത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വിശുദ്ധ അഗ്നി എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരിക്കപ്പെട്ട ഒരു ദിവസങ്ങളായിരുന്നു ഈ ഓരോ ദിവസവും, അഥവാ ഈ 40 ദിവസം എന്നുള്ളത് ദൈവമക്കൾ ഓർക്കണം. അപ്പൊ പുനരുത്ഥാനത്തിന് ശേഷം യേശു ഇനിയും മരിക്കാൻ സാധിക്കത്തില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട്, മരണത്താൽ ബന്ധിതനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവത്വത്തിൽ കത്തുന്ന അഗ്നിയായി ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്വത്തിൽ ശ്രദ്ധിക്കണം, ഓരോ പദങ്ങളും കത്തുന്ന അഗ്നിയായിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്? പ്രത്യക്ഷപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീരം കുരിശിന്റെ മുറിവുകൾ വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അവനിൽ നിത്യജീവൻ ഓരോ ദിവസവും പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ശുദ്ധീകരണം എന്ന നിലയിൽ ഈ തീ ഇവിടെ വെളിപ്പെടുമ്പോൾ ഓർക്കണം, പഴയ നിയമത്തിൽ സീനായിലെ തീയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മോശയുടെ ദർശനത്തെ ശുദ്ധീകരിച്ച ആ തീ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്ന ആ തീ മറക്കരുത്. അപ്പൊ ഇവിടെ ശിഷ്യന്മാരുടെ ചഞ്ചലപ്പെട്ട ഹൃദയത്തെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ഈ 40 ദിവസം. അവരുടെ വിശ്വാസത്തെ മജബൂതാക്കുക, ഉറപ്പിക്കുകയാണ് ഈ 40 ദിവസം എന്ന് ഈ വേദവാക്യം വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഈ ശക്തി എന്ന നിലയിൽ ഈ തീ എന്താണ്? അഗ്നി നാവുകൾ പോലെ പിളർന്ന ഈ തീ എന്താണ്? പെന്തക്കോസ്ത് ദിനത്തിൽ ജനത്തെ ശുദ്ധീകരിച്ച ഈ തീ എന്താണ്? അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 40 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു അവസാനമായിരുന്നില്ല, മറിച്ച് വലിയൊരു തീക്കുള്ള ഒരുക്കമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ വാസ്തവത്തിൽ എന്താണ്? ശുദ്ധീകരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് കാണിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ ശുദ്ധീകരിക്കുന്നു, അവിടെയുള്ള ജനത്തെ ശുദ്ധീകരിക്കുന്നു. കാരണം ഇവർ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം വേണം തിരുസഭ ഇവിടെ വളരുവാനിടയാകാൻ. അങ്ങനെ തിരുസഭ വളരുമ്പോൾ ആ വളരുന്ന സഭയ്ക്കകത്ത് ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കപ്പെടണം. കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ അഗ്നി എന്ന് പറയുന്നത് ഒരു അഭിഷേകമല്ല. ദൈവത്തിന്റെ അഗ്നി എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. 40 ദിവസത്തിൽ ദൈവത്തിന്റെ അഗ്നി ശിഷ്യന്മാരുടെ ഇടയിലും താൻ പ്രത്യക്ഷപ്പെട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവമാണ്. കാരണം ദൈവത്തിന്റെ മനോഹൃദയത്തിലെ ഒരു തിരുസഭ ഇവിടെ സംജാതമാകണം. ഹലോ, എല്ലാവരും എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. അതുകൊണ്ട് ഈ 40 ദിവസങ്ങൾ ഒരു അവസാനമായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇത് വലിയൊരു തീക്കുള്ള ഒരുക്കമാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുക, ഈ 40 ദിവസം ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വിളംബരം ചെയ്യുകയാണ്. ഇതൊരു കിംവദന്തികളോ ദർശനങ്ങളോ ഒന്നും അല്ല ശിഷ്യന്മാർ കേട്ടതെന്ന് മനസ്സിലാക്കുക. യേശുക്രിസ്തുവിനെ അവർ സ്പർശിച്ചു, യേശുക്രിസ്തുവിനോടൊപ്പം അവർ ഭക്ഷണം കഴിച്ചു. തിരുവഴുത്തിന്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കുക, യേശുക്രിസ്തുവിന്റെ മഹത്വമായ ആ ശരീരത്തെ അവർ കണ്ടു. അവർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. തിരുസഭയുടെ ആരംഭം മനസ്സിലാക്കണം. ഇത് കിംവദന്തികളോ ദർശനങ്ങളോ ഊഹാഭോഗങ്ങളോ കെട്ടിച്ചമച്ച കഥകളല്ല. 40 ദിവസം സ്വർഗീയ ശരീരവുമായി പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തു ഇവിടെ ജീവിച്ചത് അഗ്നിമയമായ ശക്തിയോടുകൂടിയാണ്. ശുദ്ധീകരിക്കപ്പെടുന്ന ദിനങ്ങളായിരുന്നു. ജീവനുള്ള സാന്നിധ്യം വിളമ്പുന്ന ദിനങ്ങളായിരുന്നു. സ്വർഗീയ ശരീരം എടുത്ത യേശു ക്രിസ്തുവിനോടൊപ്പം അവർ ഭക്ഷണം കഴിച്ചു. യേശു ക്രിസ്തുവിനെ അവർ സ്പർശിച്ചു. യേശുക്രിസ്തുവിന്റെ മഹത്വം അവർ ദർശിച്ചു. ഇനി അവർക്ക് ഒരു കാരണവശാലും സംശയം ഉണ്ടാകാൻ പാടില്ല. അത്രമാത്രം ശക്തിയോടെ അവരുടെ ഇടയിൽ അടുത്തിടപഴകി സംസാരിച്ച് കൂട്ടായ്മ കൂടി ജീവിച്ച ഒരു പുനരുത്ഥാനം പ്രാപിച്ച ക്രിസ്തുവിന്റെ ശരീരമാണ് തിരുസഭയ്ക്ക് നൽകിയെന്നുള്ളത് മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വചനം പഠിച്ചു നോക്കുക. അവൻ അവർക്ക് എന്ത് ചെയ്തു? തന്റെ കൈകളും പാർശ്വവും കാണിച്ചെന്ന വചനം പറയുന്നു. ലൂക്കോസ് 24-ന്റെ ഈ 45-ാം വചനം എന്താ പറയുന്നെന്ന് അറിയാമോ? അവൻ അവരുടെ മനസ്സ് തുറന്നു എന്നാണ് പറയുന്നത്. ഈ പ്രവൃത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തെളിവുകൾ ഒന്നൊന്നായി ഇവിടെ നൽകുകയാണ്. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ഇന്നുള്ള നിരീശ്വരവാദികളും വിദ്യാസമ്പന്നരായ ആളുകളും പറയുന്നത് യേശു ഒരു സ്ത്രീയാണെന്നും യേശു പുരുഷനല്ലെന്നും യേശു കർത്തവർഗക്കാരനാണെന്നും യേശു ജനിച്ചിട്ടില്ലെന്നും ഒക്കെ വിമ്പളക്കുമ്പോൾ ഓർത്തുകൊള്ളണം, 40 ദിവസം പച്ചയായ മനുഷ്യരോടുകൂടെ ഇടപെട്ട ഒരു രംഗമാണ് ഇവിടെ വൈദ്യനായ ലൂക്കോസ്, ഡോക്ടറായ ലൂക്കോസ് ഇവിടെ സവിസ്തരം എഴുതി ചേർക്കുവാൻ ഇടയാകുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അന്തമല്ല പ്രിയരെ. വിശ്വാസം എന്ന് പറയുന്നത്
ഇന്ന് അവിടെ അവർ കണ്ടതും തൊട്ടതും രുചിച്ചറിഞ്ഞതുമായ വിശ്വാസം എന്ന് പറയുന്നത് അന്തമല്ല, ഇരുട്ട് പിടിച്ച ഒരു ചിന്താഗതിയല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വളരുകയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇത് രാത്രി എത്ര പേർക്ക് അമ്മമാർ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. 40 ദിവസവും ഭക്ഷണവും കഴിച്ചുള്ള ജീവിതം ഒന്ന് ഓർത്തേ. ബൈബിൾ എന്താ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 43 വരെയുള്ള വചനങ്ങൾ വായിച്ചോളുക. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം 41-ാം വചനം ചേർത്ത് വെച്ച് വായിച്ചുകൊള്ളുക. ഇതെല്ലാം വചന തെളിവ് സഹിതമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തിരുവചനത്തിന്റെ നടുവിൽ മനസ്സിലാക്കുക, പുനരുത്ഥാന യാഥാർത്ഥ്യത്തിൽ തെളിവായി യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവായി യേശു അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു എന്നിവിടെ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വചനം എന്താ പറയുന്നെന്ന് അറിയാമോ? അവിടെ യേശു കർത്താവിന്റെ മുറിവുകൾ ജനത്തിന് സാക്ഷ്യമായി. അവന്റെ പുറം ഉഴവുചാലുകൾ പോലെ വിണ്ടുകീറിയ ആ പാടുകൾ കാണിച്ചു കൊടുത്തു. കൈകളിൽ ആണി അടിച്ച പാടുകൾ കാണിച്ചു കൊടുത്തു. കാലിൽ ആണികൾ അടിച്ച പാടുകൾ കാണിച്ചു കൊടുത്തു. അങ്ങനെ മുറിവുകൾ സകല ജനത്തിനും സാക്ഷികളായി. തോമസിന് സംശയമുണ്ടായി. പക്ഷെ അവനോട് പറഞ്ഞു, നീ എന്റെ കയ്യെ വന്നൊന്ന് തൊട എന്ന് പറഞ്ഞ് അവന് ഹാർദവുമായി സ്നേഹത്തോടെ ക്ഷണിച്ച ഒരു പുസ്തകമാണ് ഈ തിരുവെഴുത്ത്. യോഹന്നാൻ 20:27 അത് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിനെ നന്നായിട്ട് അങ്ങ് വിശ്വസിച്ചു. ഒട്ടും സംശയിക്കണ്ട. അവൻ അത്ഭുതങ്ങളുടെ ദൈവം തന്നെയാണ്. അവൻ സൗഖ്യദായകനാണ്. അവൻ ഊവ എന്ന് പറഞ്ഞാൽ ഊവ തന്നെയാണ്. നിങ്ങൾ ഒട്ടും അമാന്തിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷകൾ, വേദനകൾ, രോഗങ്ങൾ, സംശയങ്ങളൊക്കെ വരുമ്പോൾ മുഴങ്കാൽ മടക്കി നന്നായി കണ്ണടച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ചു കൊള്ളുക. ഈ നിമിഷം തന്നെ വിടുതൽ വ്യാപരിക്കും. ആ അടുത്ത സെക്കൻഡ് എന്നല്ല, ഈ നിമിഷം തന്നെ ദൈവശക്തി വ്യാപരിക്കുമെന്നതിന് യാതൊരു തർക്കമില്ല, യാതൊരു സംശയമില്ല. ഇത് ജീവനുള്ള ക്രിസ്തു തന്നെയാണ്. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. 40 ദിവസത്തെ അവന്റെ ശബ്ദം മറക്കരുത്, അവന്റെ വാക്കുകൾ മറക്കരുത്. അതുകൊണ്ട് തിരുവെഴുത്തിന്റെ നടുവിൽ പഴയ നിയമം തെളിവായിക്കൊണ്ട് സീനായിലെ മോശയുടെ ചരിത്രം ഓർക്കുന്നത് പോലെ 40 ദിവസം ഹല്ലേലൂയ ദൈവത്തിന്റെ അഗ്നിയുടെ സാന്നിധ്യത്താൽ മോശ ചെലവഴിച്ച ദിവസങ്ങളും വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടിയുള്ള ഉടമ്പടി നൽകുവാൻ. ഹല്ലേലൂയ. അതുപോലെ 40 ദിവസം ഈ ശിഷ്യന്മാർ ആരോടൊപ്പം ചെലവഴിച്ചു പറഞ്ഞാട്ട്? യേശു ക്രിസ്തുവിനോടൊപ്പം ചെലവഴിച്ചു. പുതിയ ഉടമ്പടിയുടെ ദൗത്യങ്ങൾ ഭാവിച്ചുകൊണ്ട് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരായി, പുതിയ നിയമത്തിന്റെ വേലക്കാരായി, ദൗത്യക്കാരായി ആരോ രൂപപ്പെട്ടു? യേശുവിന്റെ ശിഷ്യന്മാർ രൂപപ്പെട്ടു. ഹല്ലേലൂയ. ഹോരേബിൽ ഏലിയാവ് 40 ദിവസം സഞ്ചരിച്ചത് എന്താണെന്നറിയാമോ? 40 ദിവസം ദൈവത്തോട് സഞ്ചരിച്ചപ്പോൾ നിശ്ചലമായ ചെറിയ ശബ്ദത്തിൽ ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദത്തെ മനസ്സിലാക്കി കണ്ടുമുട്ടുവാൻ ഇടയായി. ഇവിടെ പെന്തക്കോസ്തിൽ കൊടുങ്കാറ്റിന് മുമ്പുള്ള യേശുവിന്റെ സൗമ്യവും ശക്തമായ പഠിപ്പിക്കൽ മറന്നു പോകരുത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1-ാം വചനം എന്താണ് പറയുന്നത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറത്തു അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. എല്ലാവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ചരിത്രം മറന്നു പോകരുത്. അപ്പൊ അഗ്നി നാവായി വെളിപ്പെട്ട, സൗമ്യമായി വെളിപ്പെട്ട, കൊടുങ്കാറ്റായി ഭൂകമ്പമായി വെളിപ്പെട്ട ആ ദൈവശക്തി തിരുസഭയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയോ? ഇസ്രായേൽ ജനം അലഞ്ഞു നടന്ന ചരിത്രം മറക്കരുത്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം ഒന്ന് പഠിച്ചു കൊള്ളുക. ഹാലേലൂയ. 40 അലഞ്ഞു നടന്നു. എന്താണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ ശിഷ്യന്മാർ 40 ദിവസവും സുവിശേഷമായി ലോകത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ വേണ്ടി കർത്താവിനോട് ചേർന്ന് ഒരുപാട് പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും പരീക്ഷകളും അഭിമുഖീകരിച്ച് 40 ദിവസം യേശുവിനോടൊപ്പം അലിഞ്ഞു ചേർന്നത്, ലയിച്ചു ചേർന്നത് അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇസ്രായേൽ ജനത്തിന് ഒരു വാഗ്ദത്ത ദേശം നൽകിയതുപോലെ ഇവിടെ യേശു കർത്താവിന്റെ ശിഷ്യന്മാരാകുന്ന ഈ 12 പേര് ദൈവത്തിന്റെ രാജ്യത്തിന്റെ തുടക്കമായി ലോകത്തിലേക്ക് വെളിപ്പെടുന്ന സുവിശേഷത്തിന്റെ ദൗത്യമായി അഭിഷേകത്തിന്റെ നിറയപ്പെടുന്ന ദിവസങ്ങളായി മാറുകയാണെന്നുള്ളത് ദൈവമക്കൾ ഓർമ്മയിലിരിക്കണം. ഓരോ സാഹചര്യത്തിലും ദൈവമക്കളെ മനസ്സിലാക്കുക. പരീക്ഷകൾ വരും, പ്രലോഭനങ്ങൾ വരും. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ തയ്യാറെടുപ്പാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി. മോശ അടിമത്തത്തിൽ നിന്ന് ഉടമ്പടിയിലേക്ക് മാറിയെങ്കിൽ, ഏലിയാവ് നിരാശയിൽ നിന്ന് പുതുക്കിയ ദൗത്യത്തിലേക്ക് മാറിയെങ്കിൽ, ഇസ്രായേൽ നിങ്ങൾ തിരിച്ചറിയുക ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് മാറിയെങ്കിൽ, ഇവിടെ ശിഷ്യന്മാർക്ക് എന്താ ചെയ്യപ്പെടുന്നത്? എന്താ സംഭവിക്കപ്പെടുന്നത്? ശിഷ്യന്മാർ ഭയത്തിൽ നിന്ന് ആത്മാവിനെ ശക്തീകരിക്കപ്പെട്ട സാക്ഷിയിലേക്ക് മാറി.
1:8 എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യെഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകുമെന്നാണ് പറയുന്നത്. അഭിഷക്തന്മാർക്ക്, സുവിശേഷകന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക്, ഹാലലൂയ, വചനം പഠിക്കുന്നത് പോലെ 120 പേർക്ക് ഒരു വലിയ ദൗത്യം ചെയ്യാനുണ്ട്. ലോകം മുഴുവൻ വ്യാപിക്കപ്പെടേണ്ടുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന് ഇവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയുടെ വലിയ കൊടുങ്കാറ്റ് ഈ കൂടിയിരുന്ന ജനത്തിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇന്ന് കാണുന്ന സഭകളാണോ അന്നത്തെ സഭയെന്ന് ഒന്ന് പരിശോധിക്കണം. നമ്മൾ എത്രയോ നിലയിൽ മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അന്ന് ജനത്തിന്റെ തയ്യാറെടുപ്പൊന്ന് കേൾക്കുക, അന്ന് ജനത്തിന്റെ ഇടയിലുള്ള ശുദ്ധീകരണം മനസ്സിലാക്കുക, അന്ന് ജനത്തിനിടയിലുള്ള ഒരുക്കത്തെ മനസ്സിലാക്കുക. തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേഗത്തിൽ എന്റെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 1-ാം അധ്യായത്തിൽ പരിശോധനയും പരിവർത്തനവുമാണ് നടക്കുന്നത്. ശിഷ്യന്മാർ അവരുടെ കാത്തിരിപ്പിൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ അവർ ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഈ സമയത്ത് നീ ഇസ്രായേലിനെ രാജ്യം പുനഃസ്ഥാപിക്കുമോ എന്നൊരു ചോദ്യം, അവിടെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിപ്പാനിടയായി. 1-ാം അധ്യായം 6-ാം വചനം നോക്കണേ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർ പ്രതീക്ഷയോടെ അന്നുള്ള യഹൂദ ജനം കാത്തിരുന്നു. പക്ഷെ യേശു ജനിച്ചത് നസറത്തിൽ, കാലിത്തൊഴുത്തിൽ തച്ചന്റെ മകനായി ജനിച്ചപ്പോൾ അന്നത്തെ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇരുളടഞ്ഞ കാലഘട്ടമായിരുന്നു അന്നുള്ള കാലഘട്ടം. 400 സംവത്സരം ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ച അന്നത്തെ യഹൂദന്മാർ, അന്നത്തെ ഭരണാധികാരികളുടെ ഭരണം അന്നത്തെ ആളുകളെ വീർപ്പുമുട്ടി. പട്ടിണിയുടെയും പരിവർത്തനത്തിന്റെയും വേദനയുടെയും സമയങ്ങളായിരുന്നു. അഴിമതിയും അക്രമവും അതുപോലെ തന്നെ വമ്പിച്ച നിരാശ നീങ്ങിയിരുന്ന കാലഘട്ടമായിരുന്നു. എന്നാൽ പ്രവാചക പുസ്തകങ്ങൾ യെരമ്യായും യെഹെസ്കേലും ഒക്കെ പറഞ്ഞു, ഇസ്രായേലിന് ഒരു രാജാവ് വരും. അവർ വിചാരിച്ച രാജാവ് വലിയ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുമെന്നും യഹൂദ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് സിംഹാസനം ഒരുക്കിക്കൊണ്ട് ഭരിക്കുമെന്ന്. പക്ഷെ അവർ വിചാരിച്ചില്ല, ഞങ്ങൾ കണ്ട ക്രിസ്തു ആണ് യഥാർത്ഥ രാജാവെന്നും പുരോഹിതനെന്നും പ്രവാചകനെന്നും അന്നത്തെ യഹൂദ ജനത്തിന് മനസ്സിലായില്ല. 3.5 വർഷക്കാലം യേശു വിളംബരം ചെയ്തു, എന്നെ അയച്ചവൻ ഒരുവനുണ്ട്, എന്നിൽ വിശ്വസിച്ച സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞെങ്കിൽ ഒരു കൂട്ടം മാത്രമേ അംഗീകരിച്ചുള്ളൂ. ബാക്കിയുള്ള മുഴുവനും ഇവനെ ക്രൂശിക്ക എന്ന് ആർത്തട്ടകത്തിച്ചപ്പോൾ പ്രാണവേദനയോടെ കിടന്ന് യേശു പറഞ്ഞു, എലി എലി ലമാ ശബക്തനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞപ്പോ യേശു കർത്താവ് തന്റെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചു. പിതാവേ, എന്റെ യുദ്ധമല്ല അവിടുത്തെ യുദ്ധം നിറവേറണ പറഞ്ഞ് ആത്മാവിന്റെ തൃക്കൈയിൽ സമർപ്പിക്കുമ്പോഴും ലോകം അറിഞ്ഞില്ല ഇവനാണ് രാജാവെന്ന്. എങ്കിലും സ്വർഗത്തിലെ ദൈവം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർ ഇടയിൽ കടന്നു ചെല്ലുവാൻ ഇടയായി. പത്രോസ് ഭിന്നമായി ചിതറിപ്പോയ ശിഷ്യന്മാർ, പത്രോസ് പിന്നെയും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടപ്പോൾ അവന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, ഹല്ലേലൂയ, പത്രോസേ, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നു? 3 വട്ടം ചോദിച്ചു. അതേ കർത്താവേ, സകലവും നീ അറിയുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ശിഷ്യന്മാരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് 40 ദിവസം അവരെ ശുദ്ധീകരിച്ചു. 40 ദിവസം അവരോട് കൂടെ ഭക്ഷണം കഴിച്ചു. 40 ദിവസം ദൈവരാജ്യത്തിന്റെ ശബ്ദമേറിയ സന്ദേശവുമായി ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരിക്കണം. നിങ്ങളുടെ മേൽ ഒരു ദൗത്യം തരാൻ പോകുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ തീപന്തങ്ങളായി മാറാൻ പോകുകയാണ്. നിങ്ങൾ സുവിശേഷത്തിന്റെ ജ്വാലകങ്ങളായി മാറാൻ പോകുകയാണ്. നിങ്ങൾ ദൈവസഭയുടെ അടിസ്ഥാനമായ പ്രവർത്തിക്ക് തുടക്കം കുറിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് അവരെ ഒരുമിച്ച് കൂട്ടുകയാണ്. സ്തോത്രം! എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? വിശുദ്ധ കരങ്ങൾ എടുത്ത് ദൈവത്തെ സ്തുതിച്ചാണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദേണ്ടി കിടക്കുന്ന ഒരു ചോദ്യം, 1-ാം അധ്യായം 6-ാം വചനം. എന്താണ് ആ ചോദ്യം? ഒന്ന് വായിക്കാമോ? ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിനെ ഈ കാലത്തിലോ രാജ്യ യഥാസ്ഥാനത്തിൽ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ആമേ, മതി. വീണ്ടും അവിടെയുള്ള ആളുകൾക്ക് പിന്നെയും സംശയം, ഈ സമയത്താണോ നീ ഇസ്രായേലിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? രാജ്യം സ്ഥാപിക്കുമോ എന്നൊരു ചോദ്യം വിടുകയാണ്. അപ്പൊ അവര് പിന്നെയും പ്രതീക്ഷിച്ചത് ഇനിയും ഒരു മാനസാന്തരം, അല്ലെങ്കിൽ ഇനിയൊരു രൂപാന്തരം, അല്ലെങ്കിൽ ഇനിയൊരു വലിയ സമാധാനപരമായ ഒരു രാജ്യം ഇസ്രായേലിൽ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുക. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുക, രാജ്യം
രാഷ്ട്രീയപരമായ ഒരു നിലവാരത്തിലേക്ക് കുറിച്ചല്ല കർത്താവ് പറയുന്നത്. ആത്മാവിൽ ഭൂമിയുടെ അറ്റങ്ങളോളം ദൈവത്തിന്റെ സഭയുടെ ദൗത്യമായി എല്ലാവരും മാറണമെന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഒരു സാർവത്രിക സഭയ ഈ രൂപപ്പെടണം. അതിന് ദൗത്യം ഇവിടെ ആവശ്യമായി എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്വർഗാരോഹണത്തെ കുറിച്ച് ചിന്തിക്കുക. കർത്താവിന്റെ വലത്തുഭാഗത്ത് വാഴാൻ യേശു കടന്നു പോകുക. നിങ്ങൾ മനസ്സിലാക്കണമേ, ഇവിടെ ആത്മാവ് പെന്തക്കോസ്ത് ദിനത്തിൽ 2-ാം അധ്യായം 1-ാം വചനത്തിൽ ആത്മാവ് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു സ്വർഗാരോഹണം സംഭവിക്കുന്നുണ്ട്. സ്വർഗാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തിൽ ആര് വസിക്കണം? യേശു കർത്താവ് വസിക്കണം, യേശു കർത്താവ് ഇരിക്കണം. അതുകൊണ്ട് നിങ്ങൾ മേഘോന്നതങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ക്രിസ്തുനാഥനെ നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും ഇവിടേക്ക് തന്നെ വരുമെന്ന് സകല ശിഷ്യവൃന്ദങ്ങൾക്കും മുകളിലേക്ക് നോക്കിയവരോടൊക്കെ കർത്താവ് പറഞ്ഞുവെങ്കിൽ, അതേപോലെ കർത്താവ് വീണ്ടും വരുമെന്നും രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ഒരു ചിത്രം മുമ്പിൽ ഇരിക്കെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഇവിടെ ഉടലെടുക്കണമെന്നുള്ള വലിയ ദൗത്യത്തോടുകൂടെ 3-3.5 വർഷക്കാലം ട്രെയിൻ ചെയ്ത പാകപ്പെടുത്തിയ ശിഷ്യന്മാരെ ഇവിടെ മുൻനിരയിൽ കൊണ്ടുവരികയാണ്. കേൾക്കുക പ്രിയരെ, ചരിത്രം മറക്കരുത്, ചരിത്രം മറക്കരുത്. മുൻനിരയിൽ കൊണ്ടുവന്ന അപ്പോസ്തലന്മാരായ ശിഷ്യന്മാർക്ക് ഇവിടെ അവർക്ക് ആവശ്യമാകുന്നത് അഭിഷേകമാണ്, ദൈവശക്തിയാണ്. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയുടെ നടുവിൽ, സംശയാലുക്കളായ ജനങ്ങളുടെ നടുവിൽ ഇനി ഒരു വിളംബരമായി ശിഷ്യന്മാർക്ക് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെ തെളിയിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ സമയങ്ങളും കാലങ്ങളും ചോദിച്ചുകൊണ്ട് പിന്നെയും ആൾക്കാർ എഴുന്നേറ്റപ്പോ അതിനപ്പുറത്ത് അതിരുകളില്ലാത്ത, ബന്ധനമില്ലാത്ത സുവിശേഷത്തിന്റെ സത്യം ഇവിടെ വിളംബരം ചെയ്യുവാൻ ദൈവം അഭിഷേകം തൊടുത്ത് ശിഷ്യന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഇവിടെ തിരുവനന്തപുരത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ നമുക്ക് ദേശീയതയല്ല ആവശ്യം, ഇവിടെ സാമ്രാജ്യമല്ല ആവശ്യം, മനുഷ്യരുടെ വാളുകളൊന്നും അല്ല ഇവിടെ ആവശ്യം, ഇവിടെ മരണത്തിലേക്കുള്ള സാക്ഷ്യവും സത്യവുമാണ് ആവശ്യമെന്ന് ഇവിടെ മുന്നറിയിപ്പ് നൽകിയ. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി വിശദീകരിച്ചു തരാം, നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി. അപ്പൊ ക്രിസ്തുവിന്റെ രാജ്യം സൈന്യങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കപ്പെടുന്നല്ലെന്ന് ഇവിടെ തെളിയിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ രാജ്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും രക്തസാക്ഷികളാൽ നട്ടുപിടിക്കപ്പെടുന്ന സഭയായി മാറണമെന്ന് ഇവിടെ കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, അതിന്റെ മഹത്വവും ശക്തിയും ഗ്രഹിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദൈവമക്കളെ, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക. ഇവിടെ തിരുവെടുത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? 8-ാം വചനത്തിൽ നിങ്ങൾ ശക്തി ധരിക്കുന്നത് വരെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങൾ മാനുഷിക പദ്ധതികൾക്കായി ഓടരുതെന്ന് ദൈവം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിലെ യുക്തികൾ കൊണ്ടല്ല സഭ പണിയപ്പെടുന്നത് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അഭിഷേകം സ്വീകരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സാക്ഷികളെ മാറണം. നിങ്ങളുടെ സ്വന്തം സ്ഥലമാകുന്ന ജെറുസലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകണം. അതുകൊണ്ട് തിരുവെടുത്ത് പഠിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കുക, ഇവിടെ ഉയർത്തപ്പെട്ട ക്രിസ്തു തന്റെ മഹത്വത്തോടെ ഒരു മേഘം വന്നവനെ സ്വീകരിക്കുമ്പോൾ, പുറപ്പാടിലെ മേഘം മറക്കരുത്. ദാനിയേലിലൂടെ മനുഷ്യപുത്രൻ കടന്നു വന്ന ആ മേഘത്തിന്റെ ചിത്രം മറക്കരുത്. അതേപോലെ 2 ദൂതന്മാർ കടന്നു വന്ന് യേശു ക്രിസ്തുവിനെ അതേ മേഘത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുകയും വീണ്ടും പറയുന്ന മറുപടി ഇതാണ്: യേശു ക്രിസ്തു എവിടെ നിന്ന് കടന്നുപോയ മേഘത്തിലൂടെ അതേ മേഘത്തിലൂടെ യേശു വീണ്ടും മടങ്ങി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇനി സ്വർഗത്തിലേക്ക് നോക്കരുത്. അവൻ ഇവിടെ ഓൾറെഡി നിങ്ങളുടെ കൂടെ ഉണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞ പദം മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നു: നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ പുറപ്പെടുക, ലോകം മുഴുവൻ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ പുറപ്പെടുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് അനേകരെ ശിഷ്യരാക്കിക്കൊള്ളുക. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ യേശു കർത്താവ് നമ്മുടെ ഇടയിൽ വാഴുന്നു എന്നുള്ളൊരു സത്യം മറന്നു പോകരുത്. ക്രിസ്തു കയറിപ്പോയി, സത്യമാണ്. ക്രിസ്തു സിംഹാസനസ്ഥനായി, സത്യമാണ്. എന്നാൽ ശരീരത്തിൽ ഇല്ലാതിരുന്ന ക്രിസ്തു, മനസ്സിലാക്കുക, ആത്മാവിൽ സന്നിഹിതനാണ്. ക്രിസ്തു പോയി, സത്യം. അതേ ക്രിസ്തു വീണ്ടും വരും. വിശുദ്ധ കരങ്ങളിൽ ഒരു ദൈവത്തെ തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കുക, സ്ത്രീകൾ ഇവിടെ ഉണ്ട്.
യേശുവിന്റെ അമ്മയായ മറിയ ഇവിടെയുണ്ട്, അവന്റെ സഹോദരന്മാർ ഇവിടെയുണ്ട്. അവരെല്ലാവരും സംശയാലുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അവർ ഏക മനസ്സോടെ, രക്തത്താലോ ശക്തിയാലോ അവർ ബന്ധിക്കപ്പെട്ടവരല്ല, പക്ഷെ ദൈവത്താൽ അവർ ബന്ധിക്കപ്പെട്ടു. ദൈവത്തിന്റെ സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടു. അവർ പ്രതീക്ഷയുടെ ആത്മാവിനാൽ നിൽക്കുകയാണ്. സഭയുടെ DNA മനസ്സിലാക്കുക. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ആത്മാവ് വരുമ്പോൾ ഇവിടെ ശരീരത്തിന്റെ DNA ഓരോ വ്യക്തിയിലേക്കും വ്യാപിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ DNA നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നത് പോലെ ഓരോ DNAക്കും എത്ര 6 ഫീറ്റ് 7 ഫീറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോ ഈ ശരീരത്തിലുള്ള DNA മൊത്തം തൂക്കിയെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം 12 പ്രാവശ്യം എവിടെയാ ഫ്ലൂട്ടോയിൽ പോയി വരുന്നൊക്കെ ദൂരമാണ്. ഈ DNA ഈ ശരീരത്തിൽ മുഴുവൻ നിക്ഷിപ്തമായിരിക്കുന്നത് മറക്കുന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ദൈവമക്കളെ, സഭയുടെ വളർച്ച ഇവിടെ വ്യാപിക്കാൻ പോകുകയാണ്. യൂദാസ് എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനാകുന്ന ഇസ്കരിയോത്ത യൂദ, തന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദ ഒരു വലിയ ദുരന്തം കൊണ്ടുവരുത്തിയെങ്കിലും സ്വർഗത്തിലെ സഭ പരാജയപ്പെടാൻ സമ്മതിച്ചില്ല. അവന്റെ ശരീരം തകർക്കപ്പെട്ട അംഗങ്ങൾ ചിതറിപ്പോകാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്കറിയാമോ യൂദാസിന്റെ ചരിത്രം, ഇസ്കറിയോത്തിന്റെ യൂദാസിന്റെ ചരിത്രം? അവൻ ഭയങ്കര ദുരന്തമായിരുന്നു. യേശുവിനോടൊപ്പം നടന്ന യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തു. അപ്പം പങ്കിട്ട യൂദാസ് ജീവന്റെ അപ്പത്തെ വിറ്റു. 30 വെള്ളിക്കാശിന് അവന്റെ ഹൃദയം പരീക്ഷിക്കപ്പെട്ടു. അവന്റെ മരണം കൈപ്പേറിയതായിരുന്നു. ക്രിസ്തുവിനെ വെള്ളിക്ക് വിൽക്കുന്ന എല്ലാവർക്കും ഒരു മുന്നറിയിപ്പാണ് ഇത് സൂചിപ്പിക്കുകയാണ്. ഇന്നും ക്രിസ്തുവിനെ വെള്ളിക്ക് വിൽക്കുന്നില്ലയോ? ഹല്ലേലൂയ. ഇന്നും ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെ ഒരു ന്യൂസിൽ ഞാൻ വായിച്ചു, യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ വെച്ച് ഏതാണ്ട് 5000 രൂപയ്ക്ക് തുടങ്ങിയത് ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം മേലെ പോയി. സഭയ്ക്ക് വരുമാനം ഉണ്ടാക്കാൻ ഫോട്ടോയെ വിറ്റ് കാച്ചു വാങ്ങിയ ഒരു സഭയാണ് നമ്മുടെ സഭ, നമ്മുടെ ഇടയിലുള്ള സഭ. തുലാസിൽ തേങ്ങ തൂക്കിക്കൊണ്ടും വാഴക്കൊല തൂക്കിക്കൊണ്ടും മറുവശത്ത് മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് പണം ഏറ്റെടുക്കുന്ന ഒരു സഭയായിട്ട് ഇന്നത്തെ സഭ മാറിക്കഴിഞ്ഞു. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? ചെറുതും വലുതുമായ അനവധി മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും സ്വർണം കൊണ്ടും തടി കൊണ്ടും രൂപപ്പെടുത്തിയ ക്രിസ്തുവിന്റെ രൂപത്തെ വിറ്റ് ഇന്ന് സമ്പാദിക്കുന്നു. അപ്പം വെള്ളിക്ക് വിറ്റ് ക്രിസ്തുവിനെ വെള്ളിക്ക് വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ക്രൈസ്തവ സഭ മാറി എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അപ്പൊ ഇവിടെ തിരുവനന്തപുരത്തിന്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവം തീരുമാനിച്ചു ഇവനെ ഒഴിവാക്കിയ വഴിയുള്ളൂ. ഇവൻ ഒഴിവായി, അവൻ തന്നെ ഗുരുതി കഴിച്ചു. എന്നാൽ മറ്റൊരു സ്ഥാനത്തേക്ക് ഒരാൾ ആവശ്യമായിരിക്കുന്നു. പൂർണ്ണനായ, നിത്തുല്യനായ, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതത്തിന്റെ താളപ്പിളകളൊക്കെ ക്രമീകരിച്ചു മടങ്ങി വന്ന പശ്ചാത്താപത്തോടു കൂടെ വന്ന ഒരുവനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. 12ാമത്തെ സ്ഥാനമായി 2 പുരുഷന്മാരുണ്ട്, ജോസഫും മത്യാസും. ഈ 1-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചു മനസ്സിലാക്കിക്കൊള്ളണം. ഓരോ വാക്യം എടുത്ത് പറയാൻ എനിക്ക് സമയമില്ല. ആ സമയം ഒന്നടങ്കം പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ ഹൃദയങ്ങളും അറിയുന്നവനെ, നീ ആരെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വചനം പറയുന്നത് ഇങ്ങനെയാണ്, നറുക്കു വീണു. ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെതാണെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. മത്യാസ് അപ്പോസ്തലന്മാരോടൊപ്പം എണ്ണപ്പെട്ടു. 12 പേർ പുനഃസ്ഥാപിക്കപ്പെട്ടു. പുതിയ ഇസ്രായേൽ പൂർണ്ണമായി എന്ന് ഈ 1-ാം അധ്യായത്തിലൂടെ ഇവിടെ തെളിവായി സംസാരിച്ചിരിക്കുക. എല്ലാവർക്കും ആമേൻ സ്തോത്രം ചെയ്താണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണോ? ഇവിടെ ഉണ്ടോ? യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. വിശുദ്ധ കരങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, സാക്ഷികളായി മുന്നോട്ട് വരണമെങ്കിൽ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല. ജഡമോഹത്തിൽ കഴിയുന്നവരെ കൊണ്ട് ജീവിക്കാൻ സാധിക്കത്തില്ല. വിശുദ്ധരെയാണ് ഇവിടെ ആവശ്യം. യൂദാസ് വീണു പ്രിയരെ. അവന്റെ പദ്ധതികളും അവന്റെ സ്വപ്നങ്ങളും എല്ലാം തകർന്നു. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ഇതാ ക്രിസ്തു നമ്മുടെ അടുത്തിരിക്കുന്നു, അവൻ വാഴുന്നു. ശിഷ്യന്മാരൊക്കെ ദുർബലരായിരുന്നു, പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അവരെ ബലപ്പെടുത്തുവാൻ സഹായിക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, സഭ വളരേണ്ടത് മനുഷ്യ ശക്തി കൊണ്ടല്ല. സഭ വളരേണ്ടത് വാളും പരിചയം കൊണ്ടല്ല. സഭ വളരേണ്ടത് കേസ് വിസ്താരവും കോടതിയുമായിട്ടല്ല. സഭ വളരേണ്ടത്
സഭ വളരേണ്ടത് ദൈവത്തിന്റെ പരമാധികാരത്തോടും ആത്മാവോടും കൂടിയാണ് സഭ വളരേണ്ടത്. ഓക്കെ, അപ്പം ചരിത്രം വഞ്ചനയിലേക്ക് നീങ്ങാൻ പാടില്ല. ദൈവത്തിന്റെ നിത്യ ആലോചനയിലേക്ക് നീങ്ങണം. ഇന്ന് ചരിത്രം വ്യാജമായ നിലയിലേക്ക് മാറി, സഭകൾ വ്യാജമായ നിലയിലേക്ക് മാറി. അവർ ദൈവത്തിന്റെ നിത്യ ആലോചനയെ എന്ത് ചെയ്തു? വളച്ച് ഒടിച്ച് സഭയെ വികൃതമാക്കി മാറ്റി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ജഡത്തിനായി ഓടരുത്, ആത്മാവിനായി കാത്തിരിക്കുക, ലോകത്തിന് സാക്ഷ്യം വഹിക്കാൻ തയ്യാറാകുക, പ്രാർത്ഥനയിൽ ഒന്നിക്കുക. ഒരിക്കലും ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല. നിങ്ങൾ ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ വിശ്വസിക്കുക, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, ഈ ദൈവത്തിന്റെ പരമാധികാരത്തെ ഒരിക്കലും സംശയിക്കരുത്. അതുകൊണ്ട് തിരുസഭ, ദൈവത്തിന്റെ സഭ ഇന്നും ശക്തിയോടെ വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. നമ്മളിൽ ക്രിസ്തു ഇല്ലെന്ന് തോന്നുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊള്ളണം. ആരും നമ്മളോട് ചേർന്ന് നിൽക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും ഉയർത്തെഴുന്നേറ്റ് ഒരു ക്രിസ്തു ഉയരത്തിലുണ്ടെന്നുള്ള തോന്നിക്കോണം. വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിന്റെ സഭ ഒരു അന്ത്യകാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവാഗനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിന് നടുവിൽ ദൈവത്തിന്റെ സഭ വളരുക തന്നെ ചെയ്യും. ലോകത്തുള്ള സകല ക്രൈസ്തവ സഭകൾക്കിടയിൽ ഭിന്നതയുണ്ടാകും, സകല അധികാരികളുടെ ഭിന്നതയുണ്ടാകും, സകല സഭകൾക്കകത്ത് വൈമ്പിച്ച വരൾച്ച നേരിടും. ഇന്ന് ക്രൈസ്തവ സഭകൾ മില്യൺ സഭകൾക്കകത്ത് ശൂന്യതയാണ് നേരിടുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയപ്പെടുന്ന നവീകരണ സഭകൾ പോലും ഭിന്നതയിലേക്ക് മാറുന്നു. ഇതിന്റെ നടുവിൽ ശ്രദ്ധിച്ചു കൊള്ളുക. പിശാച് മുഴുവലത്തോടെ ശക്തിയോടെ വ്യാപിക്കുമ്പോഴും യേശുവിന്റെ പുണ്യാകരത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ പ്രതിസന്ധിയുടെ നടുവിൽ വളരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എല്ലാവരും ബിഷപ്പിനെയും പാസ്റ്റർമാരെ സഹവിശ്വാസികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ ഇത് അന്ത്യകാലമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പകൽ സമയത്തെന്ന പോലെ മര്യാദയ്ക്ക് നടന്നുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് തിരുസഭ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു അംഗമാണ് ഞാനും നിങ്ങളും എന്ന് പറയുവാൻ അഭിമാനത്തോടെ മുന്നോട്ട് വരണമെന്ന് ഇന്ന് രാത്രി ബുദ്ധി ഉപദേശിക്കുകയാണ്. വിശുദ്ധ കരങ്ങളിൽ ഒറ്റൊരിക്കോട് ദൈവത്തെ സ്തുതിച്ചാട്ട് എല്ലാവർക്കും ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വീണ്ടും വരുമെങ്കിൽ അത് ഇന്നത്തെ പെന്തക്കോസ്ത് സഭയോ, യാക്കോബ സഭയോ, ഓർത്തഡോക്സ് സഭയോ, മെത്തഡിസ്റ്റ് സഭയോ, ELC ചർച്ചോ മറ്റു സഭകളൊന്നുമല്ല എന്ന് മക്കൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള തിരുവെഴുത്തിന്റെ നടുവിലുള്ള ആത്മീയ മൂല്യങ്ങളെ ശ്രേഷ്ഠമെന്ന് കണ്ട് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചുപേക്ഷിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി തീരുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു തിരുസഭ ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അതിലെത്ര പേരുണ്ട് എന്ന് നാം സ്വയം അടുത്ത ആഴ്ച മുതൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ യഥാർത്ഥമായ അടിത്തറയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. അപ്പോസ്തോലിക കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. അപ്പോസ്തോലിക കാലഘട്ടത്തിൽ നടന്ന പീഡനങ്ങളെ കുറിച്ച്, കൗൺസിലുകളെ കുറിച്ച്, സഭകളുടെ ആരംഭം, പരമ്പരാഗത സഭകളുടെ ആരംഭം നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. ആ സഭകൾക്ക് നടുവിലുണ്ടാകുന്ന ഭിന്നതകൾ, കിഴക്കും പടിഞ്ഞാറും നടന്ന പിളർപ്പുകൾ മനസ്സിലാക്കണം. ഇതിന് നടുവിലുള്ള നവീകരണം മനസ്സിലാക്കണം. വിഭാഗ്യത ചിന്തകൾ മനസ്സിലാക്കണം. ഇതിന് നടുവിലുള്ള തെറ്റായ പഠിപ്പിക്കൽ, പിശക്കുകൾ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം. ഇവിടെയുള്ള നിയമവാദവും പാപ്പൽ അവകാശവാദങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇതിന് നടുവിലുള്ള ലിബറലിസവും അഭിവൃദ്ധി സുവിശേഷവും നമ്മൾ ഗ്രഹിക്കണം. എന്നാൽ ഇതെല്ലാം ഒന്ന് ഗ്രഹിച്ചു വളരുന്നത് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ക്രിസ്തുവുമായിട്ട് അടുപ്പിക്കുവാൻ, കുറച്ചുകൂടെ ദൈവിക സാന്നിധ്യം രുചിച്ചറിയുവാൻ കഴിയും. സഭയുടെ വ്യാപനം നടക്കുമ്പോൾ തന്നെ, ദൗത്യങ്ങളുടെ സേവനങ്ങളുടെ വളർച്ച ശക്തിയോടെ നടക്കുമ്പോൾ തന്നെ കൊളോണിയൽ വികാസം സംഭവിക്കുന്നു, സഭകളുടെ ആഗോള വളർച്ച സംഭവിക്കുന്നു. ഇതിന്റെ നടുവിൽ ആധുനിക ദൈവസഭയുടെ ആവിഷ്കാരങ്ങൾ നടക്കുന്നു. ആഗോള സംഖ്യകൾ, വിഘടനം, ഐക്യം, ഇവയെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഒക്കെ നടുവിൽ അവസാനമായി ഈ വചനത്തിലേക്ക്, ഈ ആത്മാവിലേക്ക്, ക്രിസ്തുവിൽ ഐക്യത്തിലേക്ക് ഒരു കൂട്ടം ജനം തിരിച്ചു വരുന്നു എന്നുള്ളത് മറന്നുപോകണ്ട. കാരണം ഈ തിരിച്ചു വരുന്ന ഈ ജനത്തെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ യേശു ക്രിസ്തു കടന്നു വരും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ സ്തുതിച്ചാണ്.
ഈ കാലഘട്ടത്തിൽ സകല ക്രൈസ്തവ സഭകൾ ശക്തിയോടെ വളരുമ്പോൾ അതിന്റെ നടുവിൽ ശ്രദ്ധിച്ചു കേൾക്കൂ പ്രിയരേ, ഹല്ലേലൂയ, വചനത്തെ സ്നേഹിക്കുന്ന, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിലുള്ള ഐക്യതയുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം ജനം ഇവിടെ ഒരുങ്ങുകയാണ് നാഥനെ എതിരേൽക്കുവാൻ. എത്ര പേർക്ക് തയ്യാറാണ്? ആ കൂട്ടത്തിൽ ഞാനുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ ദിവസങ്ങളിലെ വചന പഠനത്തിലൂടെ അത് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ശക്തിയോടെ പ്രാർത്ഥിച്ചാലേ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൂടെ വരണമേ, എനിക്ക് എന്റെ ദേശത്ത് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ എരിഞ്ഞടങ്ങുക എന്നുള്ളതാണ്. ക്രിസ്തുവിൽ ദഹിക്കപ്പെടുകയാണ്. ക്രിസ്തുവിൽ സമ്പൂർണമായി നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ തനതായ സാക്ഷികളായി ഈ 38 ഫാമിലിയും ഒരുമിച്ച് ക്രിസ്തുവിൽ ഒരുമിച്ച് തനതായ ചങ്കൂറ്റമുള്ള, നെഞ്ചുറപ്പുള്ള വിശ്വാസ സമൂഹമായി മാറുവാൻ ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കരങ്ങളിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം.